ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കും കൊണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇതെന്ന് പറഞ്ഞാൽ. അത്ര പുതിയ സ്നാക്കൊന്നുമല്ല, പണ്ട് മുതലേ എല്ലാവരും ഇഫ്താറൊക്കെ ആവുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ്. ഒട്ടുമിക്കവർക്ക് ഇത് അറിയാമായിരിക്കും, എന്നാലും ഇതുവരെ ആയിട്ട് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ സ്പൈസി കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാറില്ല, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പം ആരെങ്കിലും കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കൂടുതൽ എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള നേന്ത്രപ്പഴമാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാരക്ക് അങ്ങനെ കറക്റ്റ് അളവില്ല, പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര കൂടുതലോ കുറവോ എടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ നമ്മൾ ഉടച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുക, എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ബാക്കി ചെയ്യാനായിട്ട്. അപ്പം അതേ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൈ വെച്ച് ബാക്കിയുള്ളതും കൂടി നല്ലപോലെ ഉടച്ചെടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചെയ്യാറില്ല, അതേപോലെ ചെയ്തെടുക്കുക. പഴുത്ത പഴമാണ്, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പഴുത്ത പഴമാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. എൻ്റെ ഇത് അത്രയും പഴുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതേ നല്ലപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഇതൊന്ന് ഉരുട്ടി നോക്കാനായിട്ട്. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ബ്രെഡ് പൊടിച്ചത്, കാരണം ഒന്ന് പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിനൊരു കണക്കൊന്നുമില്ല, നമുക്കത് എപ്പോഴാണോ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ലൂസാണ്, അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. 1 സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 സ്പൂണാണ് ബ്രെഡ് പൊടിച്ചത് ചേർത്തിട്ടുള്ളത്. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ഉരുട്ടിയെടുക്കാം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ സാധാരണ കട്ട്ലേറ്റിൻ്റെ ആ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഉരുട്ടി വരുന്നുണ്ട്, അതാണ് നമ്മുടെ കറക്റ്റ് പരുവം. ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് സാധാരണ കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിന് തന്നെ ചെയ്യുക. ഒരുപാട് തിന്നായിട്ടുള്ളതോ ഒരുപാട് തിക്കായിട്ടുള്ളതോ എടുക്കാണ്ടിരിക്കുക. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡിനകത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. കറുത്ത എള്ള്, അത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മൈദമാവ് ഉണ്ടാക്കണം. നമുക്ക് മൈദമാവിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ അതൊന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല. നമ്മൾ ദോശയൊന്നും ചുടുന്ന പോലെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കട്ട്ലറ്റ് ഒന്ന് മുക്കിയെടുക്കാനുള്ള ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതേ നമ്മൾ കട്ട്ലറ്റ് ഇതിനകത്തോട്ട് മുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡിലൊന്നും പൊതിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു രൂപമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നാൽ നല്ല പോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ നല്ല ചൂടുണ്ടാവണ എണ്ണ, അതിനുശേഷം തീ നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കുക. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നമ്മളിത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കാരണം നമ്മൾ ഉള്ളൊക്കെ ഓൾറെഡി വേവിച്ചല്ലേ, നമ്മൾ പഴമൊക്കെ നല്ല പോലെ വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കുള്ളൂ വേവാനായിട്ട്.
അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കട്ട്ലറ്റ് ഞാൻ ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ശരിക്കും ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അത്ര ടേസ്റ്റിയാണ്. അവർക്ക് ഈ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.